ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ പുതിയ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി ഇന്ന് ബ്രസീലിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല CBFന് ഒരു പുതിയ പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ CBFൻ്റെ പ്രസിഡന്റുമായും അതുപോലെ തന്നെ ബോർഡുമായും കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷം വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് ആഞ്ചലോട്ടി പ്രഖ്യാപിക്കും. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 ഈ സ്ക്വാഡ് പ്രഖ്യാപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പ്രസ് കോൺഫറൻസ് കൂടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് പ്രിലിമിനറി സ്ക്വാഡ് നേരത്തെ ഫിഫക്ക് ബ്രസീൽ നൽകിയിരുന്നു. 54 താരങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 31 താരങ്ങൾ പുറത്താവുകയാണ്. 23 താരങ്ങൾ ഉള്ള ഒരു സ്ക്വാഡ് ആയിരിക്കും കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജൂൺ 2-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യത്തെ ട്രെയിനിങ് ആരംഭിക്കുക എന്നുകൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ്രിഗോയും എൻട്രിക്കും പരിക്ക് കാരണം ഈ ഒരു സ്ക്വാഡിൽ ഉണ്ടാവില്ല. റോഡ്രിഗോ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഒഴിവാക്കുന്നത്. എന്നാൽ വിനീഷ്യസ് ജൂനിയറും നെയ്മർ ജൂനിയറും ഈ ഒരു സ്ക്വാഡിൽ ഉണ്ടാകും എന്നുള്ളത് മാത്രമല്ല, അവർക്ക് 2 പേർക്കും വലിയ ഒരു റോൾ വഹിക്കാനുണ്ട് എന്നാണ് ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ബ്രസീലിൻ്റെ പ്രൈമറി അറ്റാക്കിംഗ് ലൈനപ്പ് അത് നെയ്മറും വിനീഷ്യസും ആയിരിക്കും. ഈ 2 പേർക്കും മുന്നേറ്റ നിരയിൽ എന്തായാലും സ്ഥാനം ഉറപ്പാണ്. ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബ്രസീൽ ഒരു ടീം പടുത്തുയർത്തുക, ഒരു അറ്റാക്കിംഗ് പടുത്തുയർത്തുക. ഇവർ 2 പേരെയും ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ലക്ഷ്യം. ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ ഡിയേഗോ സാന്റോസ് ഉൾപ്പെടെയുള്ള ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകർ നൽകിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.